ശരിക്കും പറഞ്ഞ ഒരുപാട് നാളത്തൊരു ആഗ്രഹമായിരുന്നു. ഒരുപാട് നാളെന്നല്ല, കൊല്ലങ്ങൾക്ക് മുന്നേ വിചാരിച്ചൊരു കാര്യമായിരുന്നു ഇങ്ങനൊരു സാധനം മേടിക്കണം. പണ്ട് ഒരു കടയിൽ കണ്ടപ്പോൾ അന്നൊക്കെ ഇതിന് ഭയങ്കര പ്രൈസായിരുന്നു, നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാശായിരുന്നു. പിന്നെ ഇത് എത്ര ഫെമിലിയറും അല്ല. പിന്നെ ഇതൊരു ആളുകൾക്ക് കാണുമ്പോൾ ഒരു കളിപ്പാട്ടമായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഇതൊരു എന്താ പറയുക, ഒരു വികാരമാണ്. ശരിക്കും വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് നല്ലൊരു വികാരമാണ്. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ലുക്കും അത്യാവശ്യം പെർഫോമൻസും എല്ലാം ഉള്ളൊരു കാറ് തപ്പിപ്പോയപ്പോൾ കിട്ടിയൊരു സാധനമാണ് ഈ ഫോർഡ് MJ-Xൻ്റെ ഫോർഡ് ബ്രോങ്കോ. സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാനിത് മേടിച്ച് ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. കാര്യം ഇതിൻ്റെ പ്രൈസ് വരുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എത്ര പ്രൈസ് എന്ന് എടുത്ത് പറയാനുള്ള. പക്ഷെ അടിപൊളി, നല്ല അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്തു. അത്യാവശ്യം നല്ല വൃത്തിയുള്ള പാക്കിംഗ് ആണ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ സംഭവം ഇതാണ്, അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇതിന്. ഈ പറഞ്ഞ പോലെ ഒരു 2-2.5 കിലോ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. പിന്നെ എല്ലാം വണ്ടി കൂടും, ഇതിൻ്റെ കവറും എല്ലാവരും കൂടി എനിക്ക് തോന്നുന്നൊരു 3 കിലോ വെയിറ്റ് ഉണ്ട്. സംഭവം ഇതാണ്, അത്യാവശ്യം നല്ല സേഫായിട്ടുള്ള പാക്കിങ്ങിലാണ് വന്നേക്കണത്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു കാറ്റലോഗ്, അല്ലെങ്കിൽ ഒരു മാനുവൽ കാണാം. ശരിക്കും ഈ മാനുവൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു എന്താ പറയുക, ഒരു ട്യൂട്ടോറിയൽ തന്നെയുണ്ട്. എന്താണ് ഈ വണ്ടി, ശരിക്കും നമ്മളൊരു കാറ് മേടിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാറ്റലോഗ് കിട്ടണമല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ മാനുവൽ രക്ഷയില്ല. ഈച്ച് ആൻഡ് എവരി പാർട്ട്, എല്ലാ ഭാഗവും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സിൻ്റെ നമ്പർ, അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്, എവരിത്തിങ്. ഇപ്പോൾ നമുക്കൊരു പാർട്സ് പോയാൽ തന്നെ നമുക്കത് മേടിക്കാൻ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് ആ മാനുവലിൻ്റെ നമ്പർ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ശരിക്കും വണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ചെറിയ ബോക്സിൽ, ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നത് റിമോട്ടും പിന്നെ അതിൻ്റെ ഒരു ടൂള്, ഒരു ടയർ അഴിക്കാനും പിന്നെ ഒരു കോയിൽ സ്പ്രിങ് എക്സ്ട്രാ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. റിമോട്ട് തന്നെ അത്യാവശ്യം വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിമോട്ടാണ്. ഈ കാറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റിമോട്ടിനുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര ക്വാളിറ്റി ഇല്ല, ഒരു സാധാ ഐറ്റമാണ് റിമോട്ട് തന്നെ. അതിനകത്ത് തന്നെ ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട്. ഈവൻ ടോട്ടൽ റിമ്മ്, സ്റ്റിയറിംഗ് റിമ്മ്, പിന്നെ ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വിഞ്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ടൊരു ഇത്. അത്യാവശ്യം നല്ല ഒരു മെച്ചപ്പെട്ട ഒരു ആവറേജാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ഒരു ടൂൾസാണ്. അതിൽ വന്നത് ഒന്ന് ഈ കോയിൽ സ്പ്രിങ് ഉണ്ട്, നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നൊരു കോയിൽ സ്പ്രിങ്. പിന്നെ അത് അഴിക്കാനായിട്ട് ഒരു നമുക്ക് ടൂളാണ്. പിന്നെ അത് ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം ഇതാണ്, നമ്മുടെ MJ-Xൻ്റെ ബ്രോങ്കോ. കാണാൻ ഒരു രക്ഷയില്ല, ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കിഡിലെ സാധനമാണ്. പിന്നെ ഇത് ഫോർഡ് ഒഫീഷ്യലായിട്ട് ഇവർ ലൈസൻസ് ചെയ്തേക്കണ ഒരു ബോഡിയാണ്, മീൻസ് ഒരു കാറാണിത്. എക്സാക്റ്റ്, അതായത് നമ്മൾ ഇതിൻ്റെ ലൈവ് വണ്ടി എങ്ങനെ ഇരിക്കണോ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ വണ്ടി കൊടുത്തേക്കണത്. അത്രയും രസമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ നിലവിൽ ഉള്ളതിൽ ഏറ്റവും സ്റ്റൈലായിട്ടുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അഫോർഡബിളായിട്ടുള്ളൊരു വണ്ടിയിൽ ഉള്ളത് ഇപ്പോൾ ഈ ബ്രോങ്കോ ആണ് വരുന്നത്.
ഒരു രക്ഷയില്ല. കിടിലൻ ഡീറ്റെയിലിംഗ് ആണ്. കളർ വൈസും അതിൻ്റെ ഡിസൈനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളി വണ്ടിയാണ്. ഈവൻ പിന്നെ ഷോക്കാണെങ്കിലും അത്യാവശ്യം നല്ല സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം നല്ല അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. ടയേഴ്സ് ആണെങ്കിലും നല്ല സൂപ്പറാണ്. നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വർക്കായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തായിട്ട് വരുന്നതാണ്.